ഹലോ, ഇന്ന് ഞങ്ങൾ ഗോവയിൽ തന്നെയാണ് ഉള്ളത്. 3 ദിവസം ഞങ്ങൾ സൗത്ത് ഗോവയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ നോർത്തിലോട്ട് വന്നിട്ടുണ്ട്. നോർത്തിലൂടെ ഉള്ളതെന്ന് വെച്ചാൽ ബാഗ ബീച്ചിന്റെ അടുത്തായിട്ട് എസ്ട്രേല ഡോമാർ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങളുള്ളത്. ഇവിടുത്തെ ഒരു ക്ലബ് റൂമാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അവിടുത്തെ ഒരു ചെറിയ റൂം ടൂർ നമുക്ക് കാണാം. വരൂ. നേരെ കയറുമ്പോൾ ഒരു ക്യൂൺ സൈസ് ബെഡ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ടേബിളും ഒരു വിങ് ബാക്ക് ചെയറും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാമേ. ഞങ്ങൾ ആ ലഗേജൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വന്ന് കയറിയതേ ഉള്ളൂ. ഇതിൻ്റെ താഴെ നമുക്ക് ചപ്പൽസ് ഒക്കെ വെക്കാൻ പറ്റും. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ടീ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെറ്റില്, 2 ബോട്ടിൽ വാട്ടർ, നോർമൽ ഗ്ലാസ്, പിന്നെ കോഫി കപ്പുണ്ട്. പിന്നെ ഈ സംഭവം ചായ ആക്കാനുള്ളതാണേ. അപ്പോൾ ഇതിൽ നമുക്കിനി കാണാത്തതെന്ന് വെച്ചാൽ ടീ മേക്കുന്ന സാധനങ്ങളൊന്നും കണ്ടില്ല. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ സൗത്തിൽ പോലെ തന്നെ നോർത്തിലും ഞാൻ ചമ്മുവെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കിവിടെ ഉണ്ടാന്ന് നോക്കാമേ. ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു മിനി ഫ്രിഡ്ജ്. മിനി ഫ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു 3 റോ ഉണ്ട് കേട്ടോ. എന്താ നോക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ടീ മേക്കുന്ന എല്ലാ സംഭവവും ഉള്ളത്. നോർമൽ ടീ ബാഗും ഗ്രീൻ ടീ ബാഗും കോഫിയും ഷുഗറും നമ്മുടെ എവരിഡേയും എല്ലാം ഉണ്ട്. ബാക്കിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ടി വി അത്യാവശ്യം വലുതാണ്. ഒരു 35-40 വരുമായിരിക്കും. ഒരു ടി വി ഉണ്ട്. പിന്നെ നമ്മുടെ വാർഡ്രോബ് ഈ സൈഡാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. അതെ, വാർഡ്രോബ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ഡ്രയർ ഉണ്ട്, അത്യാവശ്യം ഡ്രൈ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. നമുക്കിവരിവിടെ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുകയും ഡ്രൈ ക്ലീൻ ചെയ്യുകയും അയൺ ചെയ്തൊക്കെ തരാം. അതിന് പ്രത്യേകം കാശാണ് കേട്ടോ. ഓരോ ഡ്രസ്സിനും ഓരോ കാശാണ്. അത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂമാണ്. പിന്നെ ഇവിടെ വാഷ് ബേസ് ഏരിയ, മിററൊക്കെ ഉണ്ട്. ഈ വാഷ് ബേസിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടും. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം തണുത്തായും ചൂടുവെള്ളം വന്നിരുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമൽ, പിന്നെ നമ്മൾ പച്ചവെള്ളം ഇതൊക്കെ ഉണ്ട്. പിന്നെ 2 ഷവർ ജെല്ലും ഷാമ്പൂ, പിന്നെ 2 സോപ്പ്, ഒരു ഷവർ ക്യാപ്പ്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ സാനിറ്റൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. സാനിറ്റൈസ് ഫോർ യുവർ പ്രൊട്ടക്ഷൻ, നമ്മുടെ പ്രൊട്ടക്ഷൻ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് നമ്മൾക്ക് ഡ്രസ്സിങ് ഏരിയ ഒന്ന് നോക്കാം. അതായത് ചെറിയൊരു മിറർ ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു മിറർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സൈസ് മിറർ. നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും മിറർ. ഇത്രേ ഉള്ളൂ.